മൈഗ്രെയിൻ മൂലം അവരുടെ സൗന്ദര്യം നഷ്ടപ്പെട്ട ഒരു യുവതി അവരുടെ വിഷമങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. ഒരു വ്യക്തിയുടെ വിശദമായിട്ടുള്ള കേസ് ടേക്കിങ്ങിനിടെ അവർ നമ്മളോട് പറഞ്ഞത്, കഴിഞ്ഞ 22 വർഷമായിട്ട് എനിക്ക് തലവേദനയാണ്. തലവേദനയ്ക്കായിട്ട് ഒട്ടുമിക്ക ചികിത്സകളെല്ലാം എടുത്ത് ഒന്നും ഫലിക്കുന്നില്ല. പക്ഷേ ഈ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഈ ഒരു 20 വർഷത്തിനിടെ അവരുടെ യുവത്വം നഷ്ടപ്പെടുകയും അവരുടെ മുഖത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നതും ഈ തലവേദന കാരണമെന്ന് പറയുകയുണ്ടായി. എന്താണെന്ന് വിശദമായിട്ട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, അവരുടെ കോളേജ് കാലഘട്ടത്തിൽ പാർവതി ജയറാമിനെയൊക്കെ പോലെ നല്ല ഭംഗിയുള്ള ഉണ്ട കണ്ണുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ തലവേദന തുടങ്ങി അല്ലെങ്കിൽ തലവേദന അനുഭവിച്ചുകൊണ്ട് വരുന്ന കാലഘട്ടത്തിൽ പാതി കൂമ്പി അടഞ്ഞ ചൈനീസ് കണ്ണുകൾ പോലെയാണ് അവരുടെ കണ്ണുകൾ ഇരിക്കുന്നത്. ഇത്തരത്തിൽ തലവേദന അനുഭവിക്കുന്ന പല രോഗികളും നമ്മളോട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു വശത്ത് മാത്രം തലവേദനയുള്ള രോഗിയുടെ ലെഫ്റ്റ് സൈഡ് ഹെഡ് ഏക്ക് അല്ലെങ്കിൽ ഒരു വശത്ത് മാത്രം തലവേദന കൃത്യമായിട്ട് വരുന്ന ഭൂരിഭാഗ സമയവും ഒരു വശത്ത് തലവേദന വരുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ വശത്തെ കണ്ണിന്റെ വലിപ്പം മാത്രം കുറഞ്ഞു വരുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. തലവേദന ഉള്ള സമയങ്ങളിൽ ഇവരുടെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ എല്ലാം അവരുടെ മുഖത്ത് നോക്കി തന്നെ അവരോട് ചോദിക്കാറുണ്ട്, എന്ത് പറ്റി, കണ്ണിന്റെ ഷേപ്പ് വല്ലാതിരിക്കുന്നല്ലോ, കണ്ണിന്റെ സൈസിൽ വ്യത്യാസം കാണുന്നല്ലോ, തലവേദനയാണോ എന്നും ഇവരോട് ചോദിക്കാറുണ്ട്. അത്രേ. ഈ പറഞ്ഞതൊക്കെ മൈഗ്രെയിൻ രോഗികളായിരുന്നെങ്കിലും പക്ഷേ ഇവരുടെ മൈഗ്രെയിൻ തലവേദനയോടൊപ്പം ഒരുപക്ഷെ ഇൻഫ്ലമേഷനോ ക്രോണിക് സൈനസൈറ്റിസോ മറ്റു പല ഘടകങ്ങളോ അവരുടെ കണ്ണിന്റെ ഷേപ്പിനെ ബാധിച്ചു എന്ന് കണ്ടെത്താനായിട്ടുണ്ട്. വേദന അനുഭവിക്കുകയും വേദനയുടെ തീവ്രതയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പല ആളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകാറുമുണ്ട്. നിങ്ങളുടെ മുഖത്തിന്റെ ഷേപ്പ് മാറുകയോ നിങ്ങളുടെ മുഖത്തിന്റെ അല്ലെങ്കിൽ കണ്ണിന്റെ ആകൃതി മാറുകയോ ഒരു കണ്ണ് മാത്രം മറ്റേ കണ്ണിനെ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് കുറഞ്ഞതായിട്ടും സൈസ് കുറഞ്ഞതായിട്ടും മറ്റും കാണുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പരിശോധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. വളരെ കാലമായിട്ട് ഇൻഫ്ലമേഷൻ നിൽക്കുന്ന വ്യക്തികളിൽ കണ്ണിന്റെ മുകളിലോ അതുപോലെ തന്നെ സൈനസിലോ മറ്റോ ഇൻഫ്ലമേഷൻ നിൽക്കുന്ന വ്യക്തികളിലെല്ലാം ഇത്തരത്തിൽ നീർവീഴ്ച ഉണ്ടാവുകയും കണ്ണിന്റെ സൈസ് വലിപ്പ വ്യത്യാസം ഉണ്ടായതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ തലവേദന മൈഗ്രെയിൻ കൊണ്ട് മാത്രമാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇത്തരത്തിൽ കണ്ണിന്റെ വലിപ്പ വ്യത്യാസങ്ങളൊന്നും തന്നെ കാണാറില്ല. തലവേദന ഉള്ള സമയത്തോ തലവേദന അനുഭവിച്ചു വന്നിരുന്ന കാലഘട്ടത്തിലോ നിങ്ങളുടെ ഫേസിന്റെ കോണ്ടൂർ മാറി വരികയോ കണ്ണിന്റെ വലിപ്പ വ്യത്യാസം ശ്രദ്ധയിൽ പെടുകയോ ചെയ്തിട്ടുള്ള ആളുകൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ.